ഇന്ന് നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു കിടിലൻ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ഉള്ളിയൊക്കെ തോല് കളയാനും മുറിക്കാനൊക്കെ നല്ല പാടല്ലേ. കണ്ണിന്ന് വെള്ളം വരലും കയ്യിൽ നിന്ന് കയറലും കയ്യേരിയലും ഒരുപാട് സമയം എടുക്കണം അതൊക്കെ തോല് കളഞ്ഞെടുക്കാൻ. അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു 10 മിനിറ്റും കൊണ്ട് ഞാനിത് അത്രയും ചെറിയ ഉള്ളിയും വലിയ വെളുത്തുള്ളിയൊക്കെ എങ്ങനെ തോല് കളഞ്ഞതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഇതിൽ ഞാനുള്ള ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഞാൻ ഈസി ആയിട്ട് ഇങ്ങനെ 10 മിനിറ്റും കൊണ്ട് ഇത്രയും ഉള്ളികൾ ഞാൻ തോല് കളഞ്ഞെടുത്തതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയാണ് ഉള്ളി തൊലിക്കൽ, ഉള്ളി അരിയൽ എന്നൊക്കെ ഉള്ളത്. അത് പ്രത്യേകിച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ. വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ തൊലിച്ചിട്ടുണ്ട് പറഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ നീറിയിട്ട് ഇങ്ങനെ ഇതാവും. അതേപോലെ തന്നെ ചെറിയ ഉള്ളി തൊലിക്കുകയാണെങ്കിൽ കണ്ണ് നീറും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ ഒക്കെ തൊലിയ കളഞ്ഞ് നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും. അതിനുള്ളത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. പൊളിച്ചെടുക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇതളുകൾ വിടർന്ന് വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടികല്ല് ഉണ്ടാവുമല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കണ ഇടികല്ല്, അപ്പോൾ അതിൻ്റെ കുട്ടിയും കൊണ്ട് ഇങ്ങനെ തല്ലി കൊടുത്താൽ മതി. അപ്പോൾ അതും പൊളിഞ്ഞ് കിട്ടും. ഇനി പൊളിച്ചതിന് ശേഷം ഇതിൽ വല്ല കേടോ കറുപ്പോ പിന്നെ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഞെട്ടില്ല അതൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അതിനകത്തൊക്കെ തോലും അതൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ അമ്മ ചെയ്യൽ ഇതിങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് തേച്ച് കൊടുക്കും ഉള്ളിയിൽ. പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യട്ടോ. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊളാന്ന് ഇങ്ങനെ പൊളിഞ്ഞ് വരും. പെട്ടെന്ന് നമുക്കൊന്ന് കൈ കൊണ്ട് തിരുമ്പിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോല് പൊളിച്ചെടുക്കാൻ പറ്റും. അതൊരു ടിപ്പാണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കിട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വായ്വേട്ടമുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കണ ഇണർപ്പുണ്ട് അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വേണം ഞാൻ പൊളിച്ചെടുത്ത് അതിൻ്റെ ഇതുപോലെ വേസ്റ്റ് വന്ന തോലൊക്കെ ഞാൻ മാറ്റിക്കളയുന്നുണ്ട് കേട്ടോ. അതിൽ അധികം വന്ന തോലൊക്കെ ഉണ്ടായി നമ്മളത് മാറ്റിക്കളയുക. എന്നിട്ട് ഉള്ളി മാത്രമായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി അത് മുങ്ങി നിൽക്കാൻ പാകത്തിൽ സാധാ പച്ചവെള്ളമാണ് നമ്മൾ കുടിക്കണം. സാധാ പച്ചവെള്ളമല്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉള്ളി നന്നായിട്ട് മുങ്ങി നിൽക്കണം വെള്ളത്തിൽ. ഉള്ളിൻ്റെ മീതെ വെള്ളം വരും പോലെ വേണം കേട്ടോ. ഉള്ളി അതേപോലെ മുങ്ങി നിൽക്കണം. ഇനി ഞാനതവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് വെളുത്തുള്ളി ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയിൽ പക്ഷേ നമ്മൾ പച്ചവെള്ളം അല്ല ഒഴിക്കണം കേട്ടോ. ഒരു നേരിയ ഒരു ചൂടുവെള്ളമാണ്. തിളയ്ക്കരുത്. ഒരു നേരിയ ഒരു ചൂടുവെള്ളം. കൈ ഇട്ടാൽ പൊള്ളണം. പക്ഷേ നമ്മൾ കൈ പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കരുത്. അങ്ങനത്തെ ചൂട് വേണം. ഒരുപാട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ ഉള്ളി വെന്ത് പോകും. അപ്പോൾ നമുക്ക് പച്ച ഉള്ളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ വിരലിട്ടപ്പോൾ എനിക്ക് വിരൽ വലിച്ചെടുക്കാൻ തോന്നണില്ല. അങ്ങനെ ഒരു ചൂട് കേട്ടോ. ലൈറ്റ് ചൂടുന്നു ഒരു ചെറിയ ചൂട്, അതുപോലെ ഒരുപാട് ചൂടും പാടില്ല. അങ്ങനത്തെ ഒരു ചൂടിൽ ഞാനത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതും ഉള്ളി നന്നായിട്ട് മുങ്ങി കിടക്കണം. ഒരു 10 മിനിറ്റ് നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു 10-20 മിനിറ്റ് ആയിട്ട് അത് അവിടെ ആക്കി വെച്ചിട്ട് ഞാൻ വേറൊരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് ആകാനായിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ വന്നിട്ട് കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുകയാണ്. കൈ കൊണ്ട് നല്ല പോലെ തിരുമ്പിയെടുക്കുക. 2 കൈയും കൂടെ കൂട്ടി തിരുമ്പുകയാണെങ്കിൽ പെട്ടെന്നാകട്ടത്. നമ്മളിത് മൂക്ക് മുറിച്ചിട്ടാണ് ഉള്ളി വെള്ളത്തിലിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തോല് പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ മൂക്കൊന്നും മുറിക്കാതെ അങ്ങനെയല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക തന്നെ വേണം. അഥവാ പോകാത്തതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് വിരലും കൊണ്ട് തന്നെ എടുക്കാം കേട്ടോ. കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഉള്ളിൻ്റെ വെള്ളം നിങ്ങൾ കളയണ്ട. അതിൽ ഒരു ദിവസം ഇട്ട് വെക്കുക. വെള്ളത്തിലെ തോലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചെടുക്കുക. നല്ല പോലെ ചെടികൾ പൂക്കും കായ്ക്കും ഒക്കെ ചെയ്യും. ഇനി നമുക്ക് ചെറിയ ഉള്ളി അതേപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കാം കേട്ടോ. തിരുമ്പുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ തോലും പോണത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം.
നമുക്ക് ഉള്ളിയൊക്കെ തോല് കളയാനൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ, വീട്ടമ്മമാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ണുനീറും ഒന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്സുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 2-3 ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ഇടുമ്പോഴാണ് ഇനി ഒരാൾക്കിത് ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ എത്ര എളുപ്പം കൊണ്ടാണ് ഞാനിപ്പോൾ അത് ഉള്ളിയൊക്കെ തോല് കളഞ്ഞെടുക്കണമെന്ന്. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പിയതിന് ശേഷം നമുക്ക് പെറുക്കി ഇങ്ങനെ എടുക്കാം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെച്ച് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നാൾ കേട് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വെക്കുക എന്നുള്ളതും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാ 2 ഉള്ളി ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോല കളഞ്ഞെടുത്ത്, ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം നിങ്ങളൊരു മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നേരാക്കിയ ഉള്ളിൻ്റെ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം കൊട്ടി വെക്കുക കേട്ടോ. വെള്ളത്തോട് കൂടി കൊട്ടരുത്. ഒന്നുമില്ല ഫാൻ്റെ ചോട്ടിൽ ഇട്ടിട്ടൊന്ന് അതിനെ വെള്ളം കളയുക, അല്ലെങ്കിൽ തുണിയും കൊണ്ട് തുടച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മീതെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിന് അധികം നിങ്ങൾക്കിത് ഒരു കേടുമില്ലാതെ സൂക്ഷിക്കാൻ പറ്റും. ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനോ ഉള്ളി തീയൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനോ എന്തിനാണെങ്കിലും ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും മറന്നു പോകരുത്. നമുക്ക് കുറച്ച് കൂടുതൽ ബിരിയാണിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലനാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഓക്കെ, താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും. അതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി.